മഴക്കാലം ദേ അടുത്തെത്തി കഴിഞ്ഞു, അല്ലെങ്കിൽ മഴക്കാലം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മഴക്കാലത്തിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ വീട്ടിലേക്കൊക്കെ കടന്നു വരുന്ന കുറച്ച് അതിഥികളുണ്ട്. പനി, ചുമ, അതുപോലെ തന്നെ തലവേദന, ജലദോഷം, പിന്നെ സ്കിൻ ഇൻഫെക്ഷൻസ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് മാറിപ്പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, മരുന്നൊക്കെ കഴിക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ വന്നിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് മഴക്കാലമായി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് അങ്ങോട്ട് ചെയ്താൽ മതി. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഓൾറെഡി എൻ്റെ കുട്ടികൾക്ക് അറിയാം, എങ്കിൽ പോലും മിസ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നിങ്ങൾക്കത് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ താഴെ കമൻറ്റ് ഒക്കെ ചെയ്യാം കേട്ടോ. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് ഇപ്പോൾ എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, മഴക്കാലം ആയിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, കുടയില്ലാതെ പുറത്ത് പോകുന്ന പരിപാടി ആലോചിക്കേ വേണ്ട. അപ്പോൾ ചിലവരൊക്കെ ഉണ്ട് എന്താ, അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങാൻ പോവാണ്, സ്കൂളൊക്കെ തുറക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് എന്തില്ല, മഴയില്ല, എന്നാൽ പിന്നെ ഇനിയിപ്പോൾ മഴയൊന്നും ഉണ്ടാവില്ലായിരിക്കും എന്ന് നമ്മൾ തന്നെ മുൻകൂട്ടി പ്രവചനമൊക്കെ നടത്തി കുടയൊന്നും എടുക്കാതെ എന്ത് ചെയ്യും, നമ്മുടെ സ്കൂളിലേക്ക് പോകും. അപ്പോൾ എന്താ സംഭവിക്കുക, അപ്പോൾ എന്താ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് മഴ പെയ്യും, പിന്നെ നമ്മുടെ കയ്യിൽ കുട ഇല്ലാണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ പരിപാടിക്ക് നിൽക്കണ്ട. എപ്പോഴും ഈ മഴക്കാലത്ത് ഒരു കുട നിങ്ങളുടെ കയ്യിലേക്ക്, എല്ലാവരും പുതിയ കുടയൊക്കെ വാങ്ങിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ കുടയൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ ബാഗിൻ്റെ അകത്ത് എപ്പോഴും വേണം. അതല്ലാന്നുണ്ടെങ്കിൽ റെയിൻ കോട്ടാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ എളുപ്പമെന്നുണ്ടെങ്കിൽ റെയിൻ കോട്ട് ഏതെങ്കിലും ഒരെണ്ണം എൻ്റെ കുട്ടികളുടെ ബാഗിൽ എപ്പോഴും ഉണ്ടാകണം. ഇനി മഴ നനഞ്ഞ് തലയിലെ വെള്ളം ഇറങ്ങി പനി പിടിച്ച് വെറുതെ മരുന്ന് കഴിക്കാൻ നിൽക്കണ്ട. അപ്പോൾ ആദ്യമേ തന്നെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, മഴക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോരുത്തരും അവിടെ ഇവിടെയൊക്കെ വീണ് കിടക്കുന്ന കാണാം. കാരണം എന്താ, തെന്നി വീഴുക അല്ലേ, മഴക്കാലമായി കഴിഞ്ഞാൽ തെന്നി വീഴുക. അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങൾ ഈ മഴക്കാലത്ത് സ്ലിപ്പറി ആയിട്ടുള്ള ചപ്പൽസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കാം. പെട്ടെന്ന് തെന്നി പോകുന്ന ടൈപ്പിലുള്ള ചെരുപ്പുകളുണ്ട്, അപ്പോൾ അതൊന്നും യൂസ് ചെയ്യേണ്ട, അതൊക്കെ മാറ്റി മഴക്കാലമാകുമ്പോൾ സ്ലിപ്പറി അല്ലാത്ത ചെരുപ്പുകൾ നോക്കിയിട്ട് എന്ത് ചെയ്യുക, ചപ്പൽസ് നിങ്ങൾ യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വീഴ്ചയും പരിക്കും കരച്ചിലൊക്കെ ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ മഴക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങി കളിക്കാൻ നല്ല ഇഷ്ടമാണ് അല്ലേ. പക്ഷേ വെള്ളത്തിൽ ഇറങ്ങി കളിക്കുമ്പോൾ ഈ ചെളി വെള്ളത്തിൽ എന്ത് ചെയ്യുക, ഇറങ്ങി കളിക്കാതിരിക്കുക. ഇപ്പോൾ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ കുറേ ചെളിവെള്ളമൊക്കെ ഉണ്ടാവും അവിടുന്ന് ഇവിടുന്ന് കൊലിച്ച് വരുന്നത്. അപ്പോൾ വെള്ളത്തിൽ കളിക്കാതിരിക്കുക. ചെരുപ്പ് ഈ വെള്ളത്തിൽ കളിക്കുന്ന പരിപാടി നിർത്തിക്കോ. കാരണം അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഇൻഫെക്ഷൻസ് വരും. ഓക്കെ, സ്കിൻ ഇൻഫെക്ഷൻസ്, റാഷസ് കാര്യങ്ങളൊക്കെ വരും, ഭയങ്കര ചൊറിച്ചിലൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മഴക്കാലത്ത് ഈ ചെളിവെള്ളത്തിലൊന്നും കളിക്കാനായിട്ട് പോകരുത്. കാണാനൊക്കെ നല്ല രസമാണ്, കണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുക. അതിനിടയിൽ ഒന്ന് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യരുത്, കളിക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കൈകാലുകൾ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിലൊക്കെ പോയി തിരിച്ചു വന്നതിന് ശേഷം എന്ത് ചെയ്യുക, ആദ്യം തന്നെ കൈയൊക്കെ നന്നായിട്ട് സോപ്പിട്ട് വൃത്തിയായിട്ട് കഴുകുക. കൈയും കാലൊക്കെ, അതായത് കുളിക്കുക. ഓക്കെ, നല്ല വൃത്തിയായിട്ട് ഈ ഒരു സമയത്ത് ഇരിക്കുക. നല്ല തണുപ്പാണ്, അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള വെള്ളം വെച്ച് കുളിക്കാനിരിക്കരുത്, നല്ല വൃത്തിയായിട്ട് ഇരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള അലർജിയും കാര്യങ്ങളൊക്കെ വരും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഫുഡ്. നിങ്ങൾ ഈ ഒരു സമയത്ത് സ്ട്രീറ്റ് ഫുഡ്സ് മാക്സിമം ഒഴിവാക്കുക. വഴിയോരങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന ഫുഡും കാര്യങ്ങളൊക്കെ അല്ല, അതൊക്കെ മാക്സിമം ഒഴിവാക്കുക. കാരണം മഴക്കാലമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീട്ടിൽ വന്നിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് വൃത്തിയായി കഴുകിയിട്ട് അതൊക്കെ കഴിക്കുക. നല്ല ചൂടുള്ള ഭക്ഷണങ്ങൾ, നല്ല തണുപ്പത്ത് നല്ല ചൂടുള്ള ഭക്ഷണം കഴിക്കാൻ നല്ല രസമാണ് അല്ലേ. അപ്പോൾ നല്ല ചൂടുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിക്കുക. സ്ട്രീറ്റ് ഫുഡൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഇടുന്ന ഡ്രസ്സ്, മഴക്കാലമായ തുണിയെല്ലാം ഉണങ്ങാൻ ഭയങ്കര പാടാണ്, അമ്മമാരോട് ചോദിച്ചാൽ അറിയാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഉണങ്ങിയ വസ്ത്രങ്ങൾ, ചെറിയ നനവല്ലേ ഉള്ളൂ എന്ന് വെച്ചിട്ടൊന്നും ഇടാൻ നിൽക്കേണ്ട, നല്ല ഉണങ്ങിയ വസ്ത്രങ്ങൾ മാത്രം ധരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള റാഷസ് വരും. ഓക്കെ, സ്കിന്നിൽ ഇങ്ങനെ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കോൾഡൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഉണങ്ങിയ ഡ്രസ്സുകൾ മാത്രം എന്ത് ചെയ്യാൻ ധരിക്കുക. ഇപ്പോൾ യൂണിഫോംസ് ആയാലും ഒക്കെ അങ്ങനെ തന്നെ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ മെയിൻ ഒരു വില്ലനാണ് നമ്മുടെ ഈ പറയുന്ന കൊതുക് അല്ലെ, ഇങ്ങനെ മൂളി നടക്കും. അപ്പോൾ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ജനൽ വാതിൽ ഈ കാര്യങ്ങളൊക്കെ അടച്ചിടുക. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മോസ്കിറ്റോസിനെ തടയാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ കിട്ടും അല്ലേ, ബാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ എവിടെയെങ്കിലും വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ടോ നോക്കുക. മഴക്കാലമല്ലേ, അപ്പോൾ വെള്ളം എവിടെയെങ്കിലുമൊക്കെ കെട്ടിക്കിടക്കുന്നത് അതൊക്കെ മറിച്ച് കളയുക. കാരണം അവിടെയാണ് കൊതുക് മുട്ടയിട്ട് കൊതുക് കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം മിസ്സിന് പറയാനുള്ളത്, മഴക്കാലമാകുമ്പോൾ ഇനി കുളമൊക്കെ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ നടക്കും അല്ലേ. കുളമൊക്കെ ഇങ്ങനെ നിറഞ്ഞ് കിടക്കണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ നീന്താനൊക്കെ ഉള്ള ഒരു ടെംപ്റ്റേഷൻ വരും എൻ്റെ കുട്ടികൾക്ക്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ നീന്തൽ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ആ ഏരിയയിലേക്കൊന്നും പോകാൻ നിൽക്കേണ്ട. കാരണം ഈ മഴക്കാലത്ത് എന്താ ഉണ്ടാവാന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ നീന്താൻ ഭയങ്കര എക്സ്പേർട്ടാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അങ്ങോട്ടൊന്നും പോകാൻ നിൽക്കണ്ട, കാരണം മഴക്കാലമാണ്. അപ്പോൾ നീന്തൽ ഭയങ്കര എക്സ്പേർട്ടായവർ നിങ്ങളെ പാരൻസ് ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ പോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മിസ്സിൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഈ സമയത്ത് പോകാൻ നിൽക്കണ്ട. കാരണം എന്താ ഉണ്ടാവുക, ചിലപ്പോൾ നമ്മൾ പോലും അറിയാം, ചിലപ്പോൾ വഴിക്ക് വീണ് അങ്ങനെയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അപകടങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നതാണ്. അതുകൊണ്ടാണ് മിസ്സ് പറയുന്നത്, എപ്പോഴും വീടിൻ്റെ അകത്ത് ഇതുപോലെ എന്ത് ചെയ്യുക, പുറത്ത് നല്ല മഴയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആസ്വദിച്ച് വീടിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റുന്ന സമയത്തൊക്കെ വീടിൻ്റെ അകത്ത് തന്നെ ഇരിക്കുക.
അത്യാവശ്യത്തിന് മാത്രം എന്ത് ചെയ്യുക, പുറത്തു പോവുക. അല്ലാത്തപ്പോഴൊക്കെ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, വീടിനകത്ത് തന്നെ ഇരിക്കുക. എപ്പോഴും നമ്മൾ സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, എപ്പോഴും സേഫ് ആയിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ സേഫ് ആയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുക. മഴയ്ക്ക് നമുക്ക് വീടിൻ്റെ അകത്തിരുന്ന് നല്ല അടിപൊളിയായിട്ട് ആസ്വദിക്കുക. അപ്പോൾ മഴക്കാലത്ത് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയൊക്കെയാണ് സൂക്ഷിക്കുന്നത്, നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളിതൊക്കെ പാലിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക, മഴക്കാലം എൻജോയ് ചെയ്യുക, പക്ഷേ വീടിനകത്തിരുന്നുകൊണ്ട് സേഫ് ആയിട്ട്.